Hello all. Today we are going to discuss about energy interaction with atmosphere. So we have already learned about how the electromagnetic radiations are emitted and reflected back from the sensors. So നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എങ്ങനെയാണ് നമ്മുടെ സെൻസേഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്തിനാണ് റിമോട്ട് സെൻസിങ്ങിന് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കൂടെയാണ്. അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റിലെത്തി അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക് സെൻസേഴ്സിൽ തന്നെ എത്തണം അല്ലേ. എന്നാലാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസെന്നും എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഈ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന മാറ്റങ്ങളുണ്ടാവും അല്ലേ. അതിന് പല വ്യത്യാസങ്ങളുണ്ടാവും. കാരണം അറ്റ്മോസ്ഫിയറിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. First of all, the main two effects of atmosphere is scattering and absorption. Scattering occur ചെയ്യാം, absorptionും occur ചെയ്യാം. ഇത് നമ്മുടെ സാധാരണ സൂര്യപ്രകാശമാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും occur ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സെൻസറിൽ നിന്ന് ആക്റ്റീവ് സെൻസേഴ്സ് ആണെങ്കിൽ ആ സെൻസറിൽ നിന്ന് തന്നെ റേഡിയേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാസീവ് ആണെങ്കിൽ മേ ബി സൺലൈറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ ഒരു റേഡിയേഷൻസിൽ സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ സെൻസറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി വരുന്ന ഈ റേഡിയേഷൻ ആയിരിക്കില്ല നമുക്ക് ഒബ്ജക്റ്റിലെത്തുമ്പോൾ, ആ ഒരു റേഡിയേഷൻ ആയിരിക്കില്ല അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ആ ഒരു റേഡിയേഷൻ ആയിരിക്കില്ല സെൻസറിലെത്തുമ്പോൾ. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ്? സ്കാറ്ററിങ് ആൻഡ് അബ്സോർപ്ഷൻ കാരണമാണ്. ബിഫോർ റേഡിയേഷൻസ് യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ് റീച്ചസ് ദ എർത്ത് സർഫസ്, ഇറ്റ് ഹാസ് ടു ട്രാവൽ ത്രൂ സം ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. Particles and gases in the atmosphere can affect the incoming light and radiation. These effects are caused by the mechanisms of scattering and absorption. Scattering and absorption കാരണം ഇതിന് കുറച്ച് എഫക്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇതാണ് ഈ ഫിഗർ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഈ ബി എന്ന് പറയുന്ന റേസ് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അത് പാസീവ് ആണെങ്കിൽ നമുക്ക് കാണാം ഈ സണ്ണിൽ നിന്ന് വരുന്നത്, ആക്റ്റീവ് ആണെങ്കിൽ ഈ സെൻസറിൽ നിന്ന് അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ഒബ്ജക്റ്റിൽ മുട്ടിയിട്ട് അത് പിന്നെന്താ റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വീണ്ടും നമ്മുടെ സാറ്റലൈറ്റിൽ അല്ലെങ്കിൽ സെൻസർ അബ്സോർബ് ചെയ്യും. അതിൽ നിന്ന് പിന്നെന്താ അടുത്തൊരു ഒരു ഡിറ്റക്ടറിലേക്ക് പോയിട്ട് നമ്മൾ സെൻസ് ചെയ്ത ആ ഒരു റേഡിയേഷൻസ് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക് നമുക്ക് കിട്ടിയ റേഡിയേഷൻസിനെ സെൻസ് ചെയ്തെടുക്കും. എന്താണ് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് അനലൈസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ റിമോട്ട് സെൻസിങ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ബി എന്ന് കാണുന്നില്ലേ, ബി എന്ന് കാണുന്നത് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് സെൻസറിലേക്ക് പോകുന്നത് ഈ ഒരു സമയത്തൊക്കെ അറ്റ്മോസ്ഫിയറുമായിട്ട് നല്ല കോൺടാക്റ്റ് ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സ്കാറ്ററിങ് സംഭവിക്കുന്നത്. ഇനി ലെറ്റ് us look what is scattering. Scattering എന്താണ്? Scattering occurs when particles or large gas molecules present in the atmosphere interact with and cause the electromagnetic radiation to be redirected from its original path. How much scattering takes place depends on several factors, including the wavelength of the radiation, the abundance of particles or gases, and the distance the radiation travels through the atmosphere. There are three types of scattering which takes place: Rayleigh scatterings, Mie scattering, non-selective scattering. അപ്പോൾ മെയിനായിട്ട് സ്കാറ്ററിങ്ങിൽ രണ്ട് ഡിവിഷൻ ഉണ്ട്, സെലക്റ്റീവ് ആൻഡ് നോൺ സെലക്റ്റീവ്. അതാണ് മെയിൻ ഡിവിഷൻ. ഈ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന റേഡിയേഷനെ
വരുന്ന റേഡിയേഷന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ആ സെൻസറിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ ഈ ഡയറക്ഷനിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് നമ്മൾ ഡയറക്ഷൻ മാറിപ്പോവില്ലേ, അങ്ങനെ ഡയറക്ഷൻ പോകുന്നതിനെയാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കാര്യമാണല്ലോ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വരുന്ന ഡയറക്ഷനിൽ നിന്ന് ഒറിജിനൽ പാത്തിൽ നിന്ന് മാറി വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ, എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്മൾ വരുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്താണ്, അതുപോലെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിൽ എത്ര ദൂരം സഞ്ചരിച്ചാലാണ് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ, ദ അബൻഡൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഓർ gases, the distance the radiation travels through the atmosphere. ഈ 3 ഫാക്ടേഴ്സാണ് നമ്മൾ സ്കാറ്ററിങ്ങിനെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ നമ്മൾ പറഞ്ഞു സ്കാറ്ററിങ്ങിൽ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ഉണ്ട്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ഉണ്ട്. സെലക്റ്റീവ് സ്കാറ്ററിങ്ങിൽ വരുന്നതാണ് റെയ്ലി സ്കാറ്ററിംഗ്, മൈ സ്കാറ്ററിംഗ്. നെക്സ്റ്റ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്. ഇതാണ് സെലക്റ്റീവ് സ്കാറ്ററിങ്. നമ്മുടെ റേഡിയേഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് സ്കാറ്റർ ചെയ്യാൻ തുടങ്ങും. ചിലതൊക്കെ നേരെ തന്നെ പോവും, എന്നാൽ ചിലത് സ്കാറ്റർ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് റെയ്ലി സ്കാറ്ററിങ്? സെലക്റ്റീവ് സ്കാറ്ററിങ് എന്ന് പറയുന്നത് ചില വേവ് ലെങ്തിനെ മാത്രം സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് റെയ്ലി സ്കാറ്ററിംഗ് എന്താണെന്ന് നോക്കാം. റെയ്ലി സ്കാറ്ററിംഗ് occurs when particles are very small compared to wavelength of radiation. These could be particles such as small specks of dust or nitrogen and oxygen molecules. Rayleigh scattering causes shorter wavelengths of energy to be scattered much more than the longer wavelengths. Rayleigh scattering is the dominant scattering mechanism in the upper atmosphere. The fact that the sky appears blue during the day is because of this phenomenon. As sunlight passes through the atmosphere, shorter wavelengths, that is blue, of the visible spectrum are scattered more than other longer visible wavelengths. അപ്പോൾ റെയ്ലി സ്കാറ്ററിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടിക്കിൾസ്, ഈ വേവ് ലെങ്ത്സ് സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസ്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിനെക്കാളും വളരെ ചെറുതായിരിക്കും. വളരെ ചെറിയ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്ന റേഡിയേഷൻസിനെ സ്കാറ്റർ ചെയ്യും. അതിനെയാണ് റെയ്ലി സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ടിക്കിൾസ് വിൽ ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദ വേവ് ലെങ്ത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡസ്റ്റ്, നൈട്രജൻ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾസ്, അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വേവ് ലെങ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് റെയ്ലി സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കാറ്ററിംഗ് ഒക്കർ ചെയ്യുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിലായിരിക്കും. അതായത് അറ്റ്മോസ്ഫിയർ തുടങ്ങുന്ന ഭാഗത്തായിരിക്കും നമ്മുടെ റെയ്ലി സ്കാറ്ററിംഗ് ഒക്കർ ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെലക്റ്റീവ് സ്കാറ്ററിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള EM റേഡിയേഷൻസ് മാത്രമാണ് റെയ്ലി സ്കാറ്ററിങ്ങിൽ സ്കാറ്ററായി പോകുന്നത്. ലോങ്ങർ വേവ് ലെങ്ത്സിനെ എഫക്റ്റ് ചെയ്യില്ല. Rayleigh scattering causes shorter wavelengths of energy to be scattered much more than the longer wavelength. ലോങ്ങർ വേവ് ലെങ്ത് വളരെ അപൂർവമായിട്ടുള്ളത് സ്കാറ്റർ ചെയ്യായിരിക്കും, എന്നാലും ഷോർട്ടർ വേവ് ലെങ്ത് ആണ് ഇവിടെ സ്കാറ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് കാണുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണ്. റെയ്ലി സ്കാറ്ററിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വെരി സ്മോൾ പാർട്ടിക്കിൾസ് ആയിരിക്കും, വെരി സ്മോൾ പാർട്ടിക്കിൾസ് ആണ് സ്കാറ്ററിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോർട്ടർ വേവ് ലെങ്ത്സ് ഓഫ് എനർജീനെയാണ് സ്കാറ്റർ ചെയ്യുന്നത് ലോങ്ങർ വേവ് ലെങ്ത്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഇത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണ് സ്കാറ്ററിങ് നടക്കുന്നത്. സോ ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൈ ബ്ലൂ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? സ്കാറ്ററിങ് കാരണമാണ് സ്കൈ നമുക്ക് ബ്ലൂ ആയി കാണുന്നത്. അത് മെയിൻലി ഈ റെയ്ലി സ്കാറ്ററിംഗ് കൊണ്ടാണ്. ബ്ലൂ എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ലെങ്ത് ആണ്. വിസിബിൾ വേവ് ലെങ്ത്സിൽ ഷോർട്ട് വേവ് ലെങ്ത് ആണ് ബ്ലൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഷോർട്ട് വേവ് ലെങ്ത്തിനെ നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ സ്കാറ്റർ ചെയ്യുന്നു, റെയ്ലി സ്കാറ്ററിംഗ്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കൈ ബ്ലൂ ആയി കാണുന്നത്.
ഓക്കെ, അതാണ് റെയ്ലി സ്കാറ്ററിങ്. മെയിൻ 3 പോയിന്റ്സ് ആണുള്ളത്. ദ പാർട്ടിക്കിൾസ് which helps for scattering is small, very small when compared to the wavelengths of radiation. Example, nitrogen, dust and oxygen. Shorter wavelengths of energy is scattered here more than the longer wavelengths. Third point is dominant scattering mechanism is in the upper atmosphere. ഈ 3 കാര്യങ്ങളാണ് റെയ്ലി സ്കാറ്ററിങ്ങിൽ പഠിക്കാനുള്ളത്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഈ ബ്ലൂ കളർ കാണിക്കുന്നത്, അതായത് അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള എന്താണ് ലൈറ്റാണ് നമ്മളൊരു സ്കാറ്റർ ചെയ്തത് എന്നുള്ള പോലെയാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് is Mie scattering. Mie scattering occurs when the particles are just about the same size as the wavelength of radiation. Dust, pollen, smoke and water vapor are common causes of Mie scattering, which tends to affect longer wavelengths than those of Rayleigh scattering. Mie scattering occurs mostly in the lower portion of the atmosphere, where large particles are more abundant and dominates when cloud conditions are overcast. അതായത് മൈ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ റെയ്ലി സ്കാറ്ററിംഗ് പോലെയല്ല. റെയ്ലി സ്കാറ്ററിംഗിൽ എന്തായിരുന്നു, സ്മോളർ പാർട്ടിക്കിൾസ് വേവ് ലെങ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ പാർട്ടിക്കിൾസ് ആണ് സ്കാറ്ററിംഗ് നടത്തുന്നത്. എന്നാൽ മൈ സ്കാറ്ററിംഗിൽ size of particles will be same as that of wavelengths of the radiation. Same size ഉള്ള almost same size ഉള്ള particles ആണ് same size ഉള്ള wavelengthsനെ scatter ചെയ്യുന്നത്. അതിനെയാണ് മൈ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതിൽ wavelengths particles എന്ന് പറയുന്നത് ഡസ്റ്റ്, പോളൻ, സ്മോക്ക്, വാട്ടർ വേപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മൈ സ്കാറ്ററിംഗ് നടത്തുന്നത്. ഈ പോളൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, താഴെ അറ്റ്മോസ്ഫിയറിൻ്റെ താഴെത്തട്ടിലേ നമുക്ക് പോളൻ ഗ്രെയിൻസിനൊക്കെ കാണാൻ പറ്റുള്ളൂ. മുകളിലേക്ക് അത്രയും മുകളിലേക്കൊന്നും പോളൻ ഗ്രെയിൻസ് ഒന്നും പോവില്ല അല്ലേ. സോ മൈ സ്കാറ്ററിംഗ് ഒക്കർ ചെയ്യുന്നതും ഈ ലോവർ അറ്റ്മോസ്ഫിയറിലാണ് മൈ സ്കാറ്ററിംഗ് ഒക്കർ ചെയ്യുന്നത്. ഇവിടെ ലോങ്ങർ വേവ് ലെങ്ത്സ് ആർ മോസ്റ്റ് എഫക്റ്റഡ് ദാൻ ഷോർട്ടർ വേവ് ലെങ്ത്സ്. ഇവിടെ ലോങ്ങർ വേവ് ലെങ്ത്സ് ആണ് കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെയ്ലി സ്കാറ്ററിങ്ങും മൈ സ്കാറ്ററിങ്ങും ഏകദേശം ഓപ്പോസിറ്റ് ആണ്. റെയ്ലി സ്കാറ്ററിങ്ങിൽ സ്മോളർ പാർട്ടിക്കിൾസ് ആണ്, വേവ് ലെങ്ത്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ പാർട്ടിക്കിൾസ് ആണ്. പക്ഷേ മൈ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സെയിം സൈസാണ്. അപ്പോൾ സെയിം സൈസോ അല്ലെങ്കിൽ അതിൽ ചെറുതോ ഉള്ള പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നതിന് റെയ്ലീസ്ന്നും സെയിം സൈസുള്ള പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നതിന് മൈ സ്കാറ്ററിംഗ് എന്നും പറയുന്നു. മൈ സ്കാറ്ററിംഗ് ഒക്കർ ചെയ്യുന്നത് ലോവർ പോർഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ സ്കാറ്റർ ചെയ്യുന്നത് ലോങ്ങർ വേവ് ലെങ്ത്സ് ഉള്ള എനർജീനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ദ ഫൈനൽ സ്കാറ്ററിംഗ് മെക്കാനിസം ഓഫ് ഇമ്പോർട്ടൻസ് ഇസ് കോൾഡ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ആണ് ഇപ്പോൾ പഠിച്ചത്. സെലക്റ്റീവ് സ്കാറ്ററിംഗിൽ 2 ടൈപ്പാണ് ഇപ്പോൾ പഠിച്ചത്. ഇനിയുള്ളത് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്. ദിസ് occurs when the particles are much larger than the wavelengths of the radiation. Water droplets, large dust particles can cause this type of scattering. Non-selective scattering gets its name from the fact that all wavelengths are scattered about equally. This type of scattering causes fog, clouds to appear white to our eyes because blue, green and red lights are all scattered in approximately equal quantities. നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെലക്റ്റീവിൽ എന്തായിരുന്നു, ഈക്വലോ അല്ലെങ്കിൽ അതിൽ ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ വലുതായിട്ടുള്ള പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസ് വിച്ച് സ്കാറ്റർ ദ എനർജി വിൽ ബി the size of the particles which scatter the energy will be larger than the wavelengths of the radiation. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എക്സെട്ര. ഇനി എന്താണ്, ഇവിടെ നമ്മൾ സെലക്റ്റീവ് അല്ല, അത് വേവ് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല. എല്ലാ വേവ് ലെങ്ത്തിനെയും ഇവർ ഒരുപോലെ സ്കാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്നുള്ള പേരും വന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലൗഡ്സ് ഒക്കെ നമുക്ക് നല്ല വൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ വലിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് ഈ ക്ലൗഡ്സിലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാ റേഡിയേഷൻസും ഒരുപോലെ, എല്ലാ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസും ഒരുപോലെ സ്കാറ്റർ ചെയ്യും. ബ്ലൂ, ഗ്രീൻ, റെഡ് എല്ലാം ഒരുപോലെ സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു
കോമ്പിനേഷനാണ് നമുക്ക് വൈറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. അപ്പോൾ സെലക്റ്റീവ് സ്കാറ്ററിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ബ്ലൂ സ്കൈ ആൻഡ് വൈറ്റ് ക്ലൗഡ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. അപ്പോൾ അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഫിഗറൊക്കെ നിങ്ങൾക്ക് വരച്ച് വെക്കാം കേട്ടോ. അതൊക്കെ ഒരു അഡീഷണൽ പോയിന്റ് ആണ്. മീൻസ് നമുക്ക് നമ്മുടെ അട്രാക്ഷൻ നിങ്ങളെ പേപ്പർ നോക്കുമ്പോൾ കുറച്ച് അട്രാക്റ്റീവായി തോന്നുകയും ചെയ്യും, നിങ്ങൾക്ക് നല്ലോണം അറിയാമെന്നും തോന്നും. അപ്പോൾ ആ ഫിഗേഴ്സൊക്കെ വരച്ച് വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ഇസ് അബ്സോർപ്ഷൻ. Absorption is the other main mechanism at work when electromagnetic radiations interact with the atmosphere. In contrast to scattering, this phenomenon causes molecules in the atmosphere to absorb energy at various wavelengths. Ozone, carbon dioxide, water vapor are three main atmospheric constituents which absorb radiation. Absorb എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ സ്പോഞ്ചൊക്കെ അബ്സോർബ് ചെയ്യില്ലേ, അത് കാണാതാവുക. അങ്ങനെ ഒരു റേഡിയേഷനേ പിന്നെ ഉണ്ടാവില്ല, അതങ്ങ് അബ്സോർബ് ചെയ്തു. അങ്ങനെ അറ്റ്മോസ്ഫിയർ ചില വേവ് ലെങ്സിലുള്ള എനർജീനെ അബ്സോർബ് ചെയ്യാറുണ്ട്. ആ അറ്റ്മോസ്ഫിയറിലെ ഘടകങ്ങൾ കുറച്ച് എന്താ പറയുക, കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിലെ കോൺസ്റ്റിറ്റ്യുവൻസ്, ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ എന്നുള്ളത്. അപ്പോൾ ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓസോൺ പാളികളിൽ വിള്ളൽ വീണു എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ, അവിടെ ഓസോൺ ഇല്ല, അതുകൊണ്ട് റേഡിയേഷൻ നേരെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതാണ് ഈ ഓസോൺ പാളികളിൽ വിള്ളൽ വീണപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഓസോൺ എന്താണ്, അത് അബ്സോർബ് ചെയ്യും. എന്താ, UV റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നതാണ് ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഓസോൺ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് അത് നമ്മുടെ ഭൂമിയിലേക്ക് നേരിട്ട് വരുന്നില്ല. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറൊക്കെ കൂടുന്നു എന്നൊക്കെ പറയുന്നത് അല്ലേ, തെർമൽ ഹീറ്റിംഗ് കൂടും. എന്തുകൊണ്ടാണ് അതെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ടെൻസ് ടു അബ്സോർബ് റേഡിയേഷൻ സ്ട്രോങ്ലി ഇൻ ദ ഇൻഫ്രാറെഡ് പോർഷൻസിൽ ഉള്ള റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തെർമൽ ഹീറ്റിങ്ങിലേക്ക് പോകും. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ ചൂട് കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇത് അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടെമ്പറേച്ചർ പൊതുവെ തെർമൽ ഒരു ഹീറ്റിംഗ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ്. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പല കാര്യങ്ങൾ, സ്കാറ്ററിങ് ഉണ്ട് എന്നും അബ്സോർപ്ഷൻ ഉണ്ട് എന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പക്ഷെ ചില വേവ് ലെങ്ത് അല്ലെങ്കിൽ ചില വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസിനെ അറ്റ്മോസ്ഫിയർ തീരെ ബാധിക്കൂല. അതിനെയാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. അതായത് സ്കാറ്ററും ചെയ്യില്ല, അതുപോലെ തന്നെ അബ്സോർബും ചെയ്യില്ല, അങ്ങനെ ഉള്ള ഇതാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് പറയുന്നത്. ദോസ് ഏരിയാസ് ഓഫ് സ്പെക്ട്രം വിച്ച് ആർ നോട്ട് സിവിയർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് അബ്സോർപ്ഷൻ and thus are useful to remote sensors are called atmospheric windows. By comparing the characteristics of two most common energy radiation sources എന്ന് പറയുന്നത് സൺ ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. വിത്ത് അറ്റ്മോസ്ഫിയറിക് വിൻഡോ അവൈലബിൾ ടു us, we can define those wavelengths that we can use most effectively for remote sensing. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുമ്പോൾ ചില പോർഷൻസ്, അടുത്ത ഫിഗർ ഞാൻ കാണിച്ചു തരാം, കണ്ടോ. അറ്റ്മോസ്ഫിയർ ഇത് എത്രത്തോളം ട്രാൻസ്മിഷൻ എന്നാണ്, അതായത് എത്രത്തോളം നമുക്ക് പാസ് ത്രൂ അറ്റ്മോസ്ഫിയറിലൂടെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ അറ്റ്മോസ്ഫിയറിക് ട്രാൻസ്മിഷൻ കാണിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് പറയുന്നത് ചില പോർഷൻസിൽ, ചില ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരെ ഒരു അബ്സോർപ്ഷനോ സ്കാറ്ററിങ്ങോ ഒന്നും ഒക്കർ ചെയ്യാത്ത ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം, എന്താണ്, നമുക്ക് ആ ഒരു വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് റിമോട്ട് സെൻസിങ് ചെയ്യാം. അപ്പോൾ എന്താ, നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടില്ലേ. കാരണം ഈ റേഡിയേഷൻസ് സ്കാറ്റർ ചെയ്യില്ല, അതുപോലെ അബ്സോർബ് ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഈ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് സ്കാറ്ററും ചെയ്യില്ല, അബ്സോർപ്ഷൻ ഒന്നും നടക്കൂല. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള റേഡിയേഷൻസ് നമുക്ക് അതേപടി സെൻസേഴ്സ് വെച്ചിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഗ്യാപ്പ്, അപ്പോൾ പാർഷ്യലി അല്ലെങ്കിൽ the wavelengths at which EM radiations are partially or wholly transmitted through the atmosphere and are used to acquire remote sensing data. അപ്പോൾ ഇങ്ങനെയുള്ള വേവ് ലെങ്ത്സ് അത് പാർഷ്യലി അല്ലെങ്കിൽ ഹോളി ട്രാൻസ്മിറ്റ് ചെയ്യും അറ്റ്മോസ്ഫിയറിലൂടെ. അങ്ങനെയുള്ള വേവ് ലെങ്ത്തിലുള്ള EM റേഡിയേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യും.
ഈ സെലക്ട് ചെയ്ത EM റേഡിയേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ റിമോട്ട് സെൻസിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എനർജി ഇൻറ്ററാക്ഷൻ വിത്ത് ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ റിമോട്ട് സെൻസിങ്ങിൽ ഏതാണ് ഒരു റേഡിയേഷൻ ഈ സെൻസറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നോ സൂര്യനിൽ നിന്നോ ഒരു റേഡിയേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണം. പിന്നെ അത് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യണം. അത് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തിട്ട് ഈ റിഫ്ലക്റ്റഡ് എനർജി സെൻസേഴ്സ് എബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് എനർജി സെൻസ് ചെയ്തെടുക്കും. ആ സെൻസ് ചെയ്ത് എടുത്തത് അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയേഷൻസ് അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനും ഒക്കർ ചെയ്യും. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനും ഒക്കർ ചെയ്യാത്ത ചില പോർഷൻസിനെയാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. ആ പോർഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് ആ ഒരു റേഡിയേഷൻസ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ഡാറ്റാസ് കിട്ടും. അതാണ് നമ്മൾ എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയറിൽ പഠിച്ചിരിക്കുന്നത്. താങ്ക് യു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലുള്ള നോട്ട്സ് നോക്കുക. നിങ്ങൾ എഴുതിയെടുത്തതിൽ വിട്ടുപോയ നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കുക. ഡയഗ്രാംസും കൂടി നിങ്ങളുടെ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫൈൻ.